Good afternoon, Miss. Good afternoon. Okay, good afternoon. ആംബുലൻസ് സർവീസസിന്റെ ആ പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ ഒന്ന് പറയൂ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരാളൊന്ന് പേജ് നമ്പർ പറയാമോ? 63. ഓക്കെ. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ? നമുക്ക് ഫുഡൊക്കെ കഴിച്ചില്ലേ? ഊണൊക്കെ കഴിച്ചില്ലേ രാത്രി? ഓക്കെ. എന്താണ് ആർക്കൊരു ഉഷാറില്ലാത്ത പോലെ ക്ലാസ്സില്? ഞാൻ കഴിച്ചു. എന്റെ ക്ലാസ്സിൽ മാത്രമാണോ അങ്ങനെ? ബോറടിക്കാറുണ്ടോ ക്ലാസ്? ആണോ? ഇല്ല. ഇല്ല മേഡം, അന്ന് നോമ്പൊക്കെ കാരണം ഭയങ്കര ക്ഷീണം. ഇന്നത്തെ ദിവസം ഭയങ്കര ക്ഷീണമുണ്ട്. നല്ല വെയിലല്ലേ, നല്ല ചൂടും. മിസ്സിന്റെ ക്ലാസ് നല്ല ക്ലാസ് തന്നെ കേട്ടിരിക്കുന്നു. ഒരിക്കലും മടുപ്പൊന്നും അറിയില്ല. നമ്മുടെ ഇങ്ങനെ റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ ചിലപ്പോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും വിശേഷങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ ആംബുലൻസിന്റെ എക്യുപ്മെന്റ്സുകളൊക്കെ പരിചയപ്പെട്ടു അല്ലെ? എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ 7 എക്യുപ്മെന്റ്സുകൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സുകളാണ് അല്ലെ? ആ സിംബലുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത് കേട്ടോ. സിംബലുകളൊക്കെ നോക്കി വെക്കുക കേട്ടോ. സിംബലിന്റെ പേരൊക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പൊ സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രസന്റ്, മൾട്ടീസ് ക്രോസ് കേട്ടോ. ഈ സിംബലുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് പാറ്റൻബർഗ് മാർക്കിങ്സ് വരെയാണ് അല്ലെ? പാറ്റൻബർഗ് മാർക്കിങ്സിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിങ്സ് ആണ് അല്ലെ? ഹൈ വിസിബിലിറ്റി മാർക്കിങ്സ് ആണ് അല്ലെ? പെട്ടെന്ന് നമുക്ക് കാണുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ആണിത് പാറ്റൻബർഗ് മാർക്കിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന സിംബലുകള്, ഇങ്ങനെയുള്ള സിംബലുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെയുള്ള റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്ട്രിപ്പുകള്, ഇത്തരത്തിലുള്ള പാറ്റേൺസ് എന്നൊക്കെ പറയുന്നത് എന്തിന് വരുന്നതാണ്? പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സിനകത്ത് വരുന്നതാണ്. ഇനി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ആംബുലൻസിന് പ്രധാനമായിട്ടും വരുന്ന പാസീവ് വിഷ്വൽ വാർണിംഗ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓഡിബിൾ വാർണിംഗ്സും ഉണ്ട്. ഓക്കെ, ഈ പാസീവ് വിഷ്വൽ വാർണിംഗും ആക്റ്റീവ് വിഷ്വൽ വാർണിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാസീവ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്ട്രിപ്പുകള്, ഓക്കെ, ഇങ്ങനെയുള്ള പാറ്റേണുകള്, സിംബലുകള്, അതൊക്കെയാണ് എന്ത് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത് കേട്ടോ.
ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ പറയുന്ന ഫ്ലാഷിംഗ് ലൈറ്റുകളാണ്. നമ്മുടെ ബീക്കൺ ലൈറ്റ് കണ്ടിട്ടില്ലേ ആംബുലൻസിൽ, അത് കേട്ടോ. അത് കുറച്ച് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത് എന്തിനെയാണ് കൂടുതലും, എന്താണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് കേട്ടോ. പിന്നെ ഓഡിബിൾ വാർണിംഗ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് സൈറണുകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി അവിടെ പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഭാഗങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ബാറ്റൻബർഗ് മാർക്കിങ്സ് വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ. ഇനി നോക്കാം എന്താണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. നമ്മൾ സിമ്പലുകളൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ പറയാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആർ ജനറലി പാർട്ട് ഓഫ് ദ ഡിസൈൻ ഓഫ് ദ വെഹിക്കിൾ ആൻഡ് the usage of high contrast patterns are involved. അല്ലെ, നമ്മൾ ഈ പഠിച്ചതൊക്കെ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ്. അതെന്ന് പറയുന്നത് ആ ഒരു വെഹിക്കിളിന്റെ ഡിസൈനിന്റെ ഭാഗം തന്നെയാണ് അല്ലെ, ശരിയല്ലേ? ഇങ്ങനെയുള്ള പാറ്റേണുകൾ, ഇത്തരത്തിലുള്ള സിമ്പലുകളൊക്കെ നമുക്കറിയാം അല്ലെ. അത് ആ ഒരു വാഹനത്തിന്റെ ഡിസൈനിന്റെ ഭാഗം തന്നെയാണ് അല്ലെ. നമ്മളവിടെ ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേണുകളാണ് ഉപയോഗിക്കുന്നത് അല്ലെ. നല്ല ക്ലാരിറ്റി ഉള്ള പാറ്റേണുകളാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഇനി older ambulances and ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് those in developing countries more probably to have their pattern painted on, whereas modern ambulances normally carry retroreflective designs which reflects the light from the car headlights of torches. Okay, പറയാലോ. അതായത് പണ്ടത്തെ ആംബുലൻസുകളിൽ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ എന്താണ്, നമ്മൾ ഇങ്ങനെയുള്ള പാറ്റേണുകൾ അതിന്റെ ബോഡിയിൽ പെയിന്റ് ചെയ്യാറായിരുന്നു പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള സിമ്പലുകള്, അത്തരത്തിലുള്ള പാറ്റേണുകളൊക്കെ ഉണ്ട്. ബാറ്റൻബർഗ് പോലുള്ള പാറ്റേണുകളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു അന്ന് പണ്ടത്തെ കാലത്ത് ആംബുലൻസിൽ അതിന്റെ ബോഡിയിൽ ഇങ്ങനെ പെയിന്റ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യായിരുന്നു അന്ന് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇതിപ്പോ മോഡേൺ ആയിട്ടുള്ള ആംബുലൻസുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്ട്രിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്ട്രിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ റോഡിലൊക്കെ കണ്ടിട്ടില്ലേ, റോഡിലൂടെയൊക്കെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ബോഡിയിലൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് സ്ട്രിപ്പുകളാണ് അത് കേട്ടോ. റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് ആണ്. എന്താണ് ഈ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ്? അങ്ങനെയുള്ള പാറ്റേണുകളുടെ പ്രത്യേകത എന്താണ്? അത്തരം സ്ട്രിപ്പുകളുടെ പ്രത്യേകത എന്താണ്? അതായത് മറ്റുള്ള വാഹനങ്ങളിൽ നിന്നുള്ള ഹെഡ്ലൈറ്റുകൾ അല്ലെങ്കിൽ ടോർച്ചിൽ നിന്നൊക്കെയുള്ള ആ ഒരു ലൈറ്റ് അതിൽ തട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് തിളങ്ങും അല്ലെ. അത് തിളങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും വരുന്നത് ആംബുലൻസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ ഓർക്കാം, പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നത് എന്താണ്? റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പാറ്റേണുകളാണ് അല്ലെ. പണ്ട് നമ്മളത് പെയിന്റ് ചെയ്യായിരുന്നു, ബോഡിയിൽ പെയിന്റ് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ അത് നമ്മൾ ആ സ്ട്രിപ്പുകളാണ്, റിട്രോ റിഫ്ലക്റ്റീവ് സ്ട്രിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം സ്ട്രിപ്പുകൾ എന്ന് പറയുമ്പോൾ ഹെഡ്ലൈറ്റുകളിൽ നിന്ന് ടോർച്ചുകളിൽ നിന്നൊക്കെ വരുന്ന വെളിച്ചം അതിൽ തട്ടുമ്പോൾ അതിങ്ങനെ തിളങ്ങും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആംബുലൻസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? അനദർ പാസീവ് മാർക്കിംഗ് ഫോം ഈസ് ദ വേർഡ് ആംബുലൻസ് ബ്രാക്കറ്റിൽ ഓഫ് ലോക്കൽ ലാംഗ്വേജ് ആൾട്ടർനേറ്റീവ് ഇലിസ്ട്രേറ്റഡ് ഇൻ റിവേഴ്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്തെ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് അത് മാത്രം ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് പാസീവ് വിഷ്വൽ വാർണിംഗ്സിൽ വരുന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ ഉള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു പാസീവ് മാർക്കിംഗ് ഫോം ആണ് നമ്മൾ ഈ ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ എന്തെഴുതും? ഈ പറയുന്ന നമ്മൾ ആ വാഹനത്തിന്റെ മുകളിൽ അതിന് മുന്നിലായിട്ട് നമ്മൾ തല തിരിച്ചെഴുതാറുണ്ട് അല്ലെ. റിവേഴ്സ് ഓർഡർ, റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. അതായത് ആംബുലൻസിന്റെ മുന്നിൽ പോകുന്ന വാഹനങ്ങൾക്ക് അവരുടെ റിയർവ്യൂ മിററിലൂടെ നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അവർക്ക് വായിക്കാൻ പറ്റും അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആംബുലൻസിന്റെ ഫ്രണ്ടില് ആ വേർഡ് ആംബുലൻസ് എന്നുള്ളത് തിരിച്ചെഴുതുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്. ഓക്കെ, അപ്പൊ അനദർ പാസീവ് മാർക്കിംഗ് ഫോം ഈസ് ദ വേർഡ് ആംബുലൻസ്. ദ വേർഡ് ആംബുലൻസ് ഇൻ റിവേഴ്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ. എന്തെല്ലാം ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മളെ വാഹനത്തിന്റെ മുമ്പിൽ ആംബുലൻസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ റിവേഴ്സിൽ എഴുതി വെക്കുന്നതും ഒരു പാസീവ് വിഷ്വൽ വാർണിംഗിന് വരുന്നതാണ്. മുൻപിലുള്ള വാഹനങ്ങൾക്ക് അത് കൃത്യമായിട്ട് വായിക്കാനായിട്ട് സാധിക്കും അല്ലെ. This enables drivers of other vehicles to simply identify an approaching ambulance in their rear view mirror
And ambulances may display the name of their owner or operator and an emergency telephone number for the ambulance service. അപ്പോ ചില മിക്കപ്പോഴും ആംബുലൻസുകളിലൊക്കെ എന്ത് ചെയ്യുന്നറിയോ, അതിന്റെ ഓണർ അല്ലെങ്കിൽ ആ ഒരു ആംബുലൻസിന്റെ ഓപ്പറേറ്ററിന്റെ പേരും അതുപോലെ തന്നെ അവരുടെ എമർജൻസി ആയിട്ടുള്ള അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ എഴുതി വെക്കാറുണ്ട് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സർവീസിനൊക്കെ വിളിക്കാനും മറ്റൊക്കെ ആയിട്ട് ആ ഓണറിന്റെ അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ പേരും അവരുടെ കോണ്ടാക്ട് നമ്പറും നമ്മൾ വാഹനത്തിൽ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു പാസീവ് ഇപ്പൊ മനസ്സിലായില്ല, രണ്ടാമത്തെ പാസീവ് വിഷ്വൽ വാണിംഗിൽ വരുന്നതാണ് അവരുടെ ആംബുലൻസ് നമ്മൾ തരംതിരിച്ച് എഴുതുന്നത് കേട്ടോ. പിന്നെ മൂന്നാമത് വരുന്നത് എന്താണ്, an ambulance may also have a symbol displayed. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. ആംബുലൻസിൽ പിന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, സിംബലുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ എന്തോരം സിംബലുകളാ പഠിച്ചല്ലേ, സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രസന്റ് അല്ലെ, മാർക്കിസ് ക്രോസ്. നമ്മുടെയൊക്കെ ആംബുലൻസിൽ നമ്മള് കാണുന്ന ഒരു സിംബലാണ് അല്ലെ, സ്റ്റാർ ഓഫ് ലൈഫ്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സ്റ്റാർ ഓഫ് ലൈഫ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലായത് നിങ്ങൾക്ക്. ഈ ആംബുലൻസുകൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഈ ഒരു സിംബൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും വരുന്നത് എന്തിനാണ്, പാസീവ് വിഷ്വൽ വാണിംഗ്സിലാണ്. ഓക്കെ, അപ്പൊ പാസീവ് വിഷ്വൽ വാണിംഗ്സിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, റിട്രോ റിഫ്ലക്റ്റീവ് ആംഗിൾ സ്ട്രിപ്പുകള്, അതുപോലെ ബേർഡ് ആംബുലൻസ് നമ്മള് റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നത്, സിംബലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം തന്നെ പാസീവ് വിഷ്വൽ വാണിംഗ്സുകളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റാൻഡിങ് വായിച്ചു നോക്കിക്കോട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അതൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ, സൗണ്ടിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, കിട്ടിയില്ലോ. ഇങ്ങനെയാണ് ചോദിക്കുക കേട്ടോ, പാസീവ് വിഷ്വൽ വാണിംഗ്സിൽ വരുന്നത് എന്തൊക്കെയാണ്, അതുപോലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആക്റ്റീവ് വിഷ്വൽ വാണിംഗിൽ എന്തൊക്കെയാണ് വരുന്നത്, ആ രീതിയിലൊക്കെയാണ് ഇവിടുന്ന് ചോദ്യങ്ങൾ തരിക കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആക്റ്റീവ് വിഷ്വൽ വാണിംഗ്സുകളാണ്. അതാണ് ആക്റ്റീവ് വിഷ്വൽ വാണിംഗ്സ്. ഞാൻ പറഞ്ഞു ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത് നമ്മൾ ആംബുലൻസിൽ ഉപയോഗിക്കുന്ന ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് കേട്ടോ. അതാണ് ഫ്ലാഷിംഗ് ലൈറ്റുകളാണ്. അതേസമയം നമ്മള് സിംബലുകള്, അതുപോലെ ഈ പറയുന്ന സ്ട്രിപ്പുകള്, അതൊക്കെ എന്താണ് പാസീവിൽ വരുന്ന കാര്യങ്ങളാണ്. ആക്റ്റീവ് വിഷ്വൽ വാണിംഗിൽ വരുന്നതാണ് ഫ്ലാഷിംഗ് ലൈറ്റുകൾ കേട്ടോ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്കൊന്ന് നോക്കാം. യൂഷ്വലി ദ വിഷ്വൽ സിഗ്നൽസ് ഫോർ ദ ടാസ്ക് ആർ ഇൻ ദ ഷേപ്പ് ഓഫ് എ ഫ്ലാഷിംഗ് ലൈറ്റ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് ദാറ്റ് റെഫേഴ്സ് ടു ദ എന്താണ് ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദീസ് ഫ്ലാഷ് ഇൻ ഓർഡർ ടു അട്രാക്ട് the attention of other road users as the ambulance approaches, or to provide warning to motorists approaching a stopped ambulance in a dangerous position on the road. അല്ലെ, നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം സാധാരണയായിട്ട് നമ്മൾ ആംബുലൻസുകളിൽ ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. മറ്റു വാഹനങ്ങള്, അതുപോലെ തന്നെ കാൽനട യാത്രക്കാർ അല്ലെ, അവരുടെയൊക്കെ ശ്രദ്ധ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലൊക്കെ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് അത് തിരിച്ചറിയാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. അത്രയേ ഉള്ളൂ, പർപ്പസ് അത്രയാണ്. മറ്റുള്ള വാഹനങ്ങൾക്കായാലും മറ്റു റോഡിലൂടെ പോകുന്ന കാൽനടയാത്രക്കാർക്കാണെങ്കിലും അവരെയൊക്കെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ അപകട സമയത്തൊക്കെ ചിലപ്പോ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്ന സമയത്തൊക്കെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
ചിലപ്പോൾ അത് അവിടെ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുന്നു എന്ന് അറിയാണ്ടൊക്കെ വണ്ടികൾ വരാം അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാർണിംഗ് ലൈറ്റ്സുകൾ ഉപയോഗിക്കുന്നത്, ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് നമ്മൾ ഈ ഫ്ലാഷിംഗ് ലൈറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന കളറുകളെ പറ്റിയിട്ടാണ് അടുത്തൊരു സെന്റൻസിനകത്ത് പറയുന്നത് കേട്ടോ. നോക്കാം, കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ് ആർ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യത്തെ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിഷ്വൽ സിഗ്നൽസ് ഫോർ ദ ടാസ്ക് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഫ്ലാഷിംഗ് ലൈറ്റ് കേട്ടോ. ഓക്കെ, ദെൻ നിങ്ങൾ അടുത്തത് അണ്ടർലൈൻ ചെയ്യേണ്ടത് കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ് ആർ. ഏതൊക്കെ കളേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ബ്ലൂ ഉപയോഗിക്കുന്നുണ്ട്, റെഡ്, അതുപോലെ തന്നെ ആംബർ, ദെൻ വൈറ്റ് കളർ കേട്ടോ. ഈ ആംബർ എന്ന് പറഞ്ഞാല് ഒരു തരം മഞ്ഞ നിറമാണ് കേട്ടോ. മഞ്ഞ നിറം അല്ലെങ്കിൽ മഞ്ഞ കലർന്ന തവിട്ട് നിറം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ഇതാണ് ഈ ആംബർ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, റെഡ് കളർ, ആംബർ, പിന്നെ വൈറ്റ് കളർ. However, the colors may differ by country. അതിപ്പോ ഓരോ രാജ്യത്തും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമ്മളൊക്കെ കൂടുതൽ കണ്ടിരിക്കുന്നത് ബ്ലൂ, റെഡ് അങ്ങനെയുള്ള ബീക്കൺ ലൈറ്റ്സുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലെ. പിന്നെ ഓരോ രാജ്യങ്ങൾക്ക് അനുസരിച്ച് അവർ ഉപയോഗിക്കുന്ന ആ ഒരു ആംബുലൻസിൽ ഉപയോഗിക്കുന്ന ഫ്ലാഷിംഗ് ലൈറ്റുകളുടെ കളറില് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. എല്ലായിടത്തും ഇതേ കളറൊക്കെ അല്ലാന്ന്, പക്ഷെ പൊതുവെ ഉപയോഗിക്കുന്ന കളേഴ്സ് ഇതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. ബ്ലൂ, റെഡ്, അതുപോലെ തന്നെ ആംബർ ആൻഡ് വൈറ്റ് കളറും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പറയുന്നത് എന്താണെന്നറിയോ? There are several technologies presently used to achieve the flashing effect. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ലൈറ്റുകൾക്ക് ഒരു ഫ്ലാഷിംഗ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോ ധാരാളം ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്, ആംബുലൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. എന്തൊക്കെയാ നോക്കിയേ. These include flashing a light bulb or LED ബൾബുകൾ ഉപയോഗിക്കുന്നുണ്ട്. എൽഇഡിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. എന്താ? കുറഞ്ഞ ഇലക്ട്രിസിറ്റിയില് നല്ല വെളിച്ചം തരുന്നതാണ് അല്ലെ. LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയും. LED ആണ് അല്ലെ ലൈറ്റ്. അങ്ങനെയുള്ള ബൾബുകൾ, അങ്ങനത്തെ ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് കുറഞ്ഞ ഇലക്ട്രിസിറ്റി മതി, അതിൽ നമുക്ക് നല്ലൊരു വെളിച്ചം തരും അല്ലെ. അങ്ങനെയുള്ള LED ലൈറ്റുകള്. അതുപോലെ തന്നെ ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലോജൻ. ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലോജൻ മീൻസ് അതൊന്നുമല്ല, കറങ്ങുന്നതായിട്ടുള്ള തിളങ്ങുന്നതായിട്ടുള്ള ലൈറ്റുകളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലോജൻ. അതുപോലെ തന്നെ സ്ട്രോബ് ലൈറ്റ്. സ്ട്രോബ് ലൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻഡസെന്റ് ലൈറ്റ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇൻകാൻഡസെന്റ് ലൈറ്റുകളാണ്, ബൾബിൽ ഉപയോഗിക്കുന്നില്ലേ. ഓക്കെ, ഇന്നത്തെ മിക്ക വീടുകളിൽ അതൊക്കെ മാറ്റി LED അതൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻകാൻഡസെന്റ് ലൈറ്റുകളെക്കാളും കുറേയും കൂടെ എന്താ പറയാ വെളിച്ചുള്ള ടൈപ്പാണ് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ണിൽ പിടിക്കുന്നതായിട്ടുള്ള ലൈറ്റുകളാണ് സ്ട്രോബ് ലൈറ്റ് കേട്ടോ. പക്ഷെ എന്താണ്? ഇൻകാൻഡസെന്റ് ലൈറ്റുകളെക്കാളും പ്രകാശമുള്ളതാണ്, നമുക്ക് പെട്ടെന്ന് കണ്ണിൽ പിടിക്കുന്നതുമായിട്ടുള്ള ലൈറ്റ്സുകളെയാണ് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ലൈറ്റുകളൊക്കെയാണ് ഇന്നിപ്പോ നമ്മൾ കുറച്ചും കൂടെ ഒരു ഫ്ലാഷിംഗ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങളോട് ചോദിക്കാം, ഫ്ലാഷിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ LED ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലോജൻസ് ഉപയോഗിക്കുന്നുണ്ട്, സ്ട്രോബ് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അത് എന്താ പറയുന്നത്? So as to increase safety, it is best practice to have 360-degree coverage with the active warnings that enhancing the chance of the vehicle being seen from all sides. ആ 360-degree കവറേജ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോ നമ്മള് ഇത്തരം ലൈറ്റുകള് വാഹനങ്ങളിൽ നമ്മൾ ഘടിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ലൈറ്റുകള് ഒരു 360 ഡിഗ്രിയിലായിരിക്കണം നമ്മളത് പ്ലേസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വാഹനത്തിന്റെ 4 വശങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു 360 ഡിഗ്രിയിലായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ലൈറ്റുകൾ അവിടെ ക്രമീകരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ക്രമീകരിക്കുന്നത് ഗുണം എന്താണെന്ന് പറയുന്നത്, നമുക്ക് ഏത് ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും ആ ഒരു ആംബുലൻസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഫുൾ കവറേജ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നിങ്ങളോട് ചോദിക്കാട്ടെ, എത്ര ഡിഗ്രി കവറേജ് ആണ്? അപ്പൊ 360 ഡിഗ്രി കവറേജിൽ ഇത്തരം ലൈറ്റ്സുകളെല്ലാം തന്നെ എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. അപ്പൊ ഏത് ദിശയിൽ നിന്ന് വാഹനങ്ങൾ വരികയാണെങ്കിലും അവർക്ക് അവിടെ അത് ആംബുലൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്, നമ്മുടെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സിനകത്ത് വരുന്നത്.
ആക്റ്റീവ് വിഷ്വൽ വാർണിങ്ങിനകത്ത് ആകെ ഒന്നേ നമുക്ക് പറയാനുള്ളൂ, എന്താണത്? ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് അല്ലെ. അപ്പൊ ഫ്ലാഷിംഗ് ലൈറ്റുകളുടെ പ്രത്യേകതയൊക്കെ ഓർത്തു വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന മറ്റു വാഹനങ്ങളുടെ അല്ലെങ്കിൽ മറ്റു എന്താ പറയുക ആളുകളുടെ ഒക്കെ ശ്രദ്ധ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അവരുടെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൊക്കെ എന്തെങ്കിലും അത്യാഹിത സമയത്ത് ആംബുലൻസ് ഒക്കെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള വാഹനങ്ങൾക്ക് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ പൊതുവെ ഉപയോഗിക്കുന്ന ഫ്ലാഷിംഗ് ലൈറ്റിന് ഉപയോഗിക്കുന്ന കളറുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. റെഡ് ഉണ്ട്, ബ്ലൂ, അതുപോലെ ആംബർ, വൈറ്റ് കളർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓരോ രാജ്യത്തും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പൊ നമ്മുടെ രാജ്യത്ത് അങ്ങനെ വൈറ്റ് കണ്ടിട്ടില്ല, വൈറ്റ് ആംബർ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ബ്ലൂ റെഡ് ഒക്കെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇത്തരം ലൈറ്റുകൾക്ക് ഒരു ഫ്ലാഷിംഗ് ഇഫക്റ്റ് കിട്ടാനായിട്ട് ഒരുപാട് നൂതനമായിട്ടുള്ള കുറെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് നമ്മുടെ LED, ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹാലോജൻസ് അല്ലെ, ഫ്ലാഷിംഗ് റൊട്ടേറ്റിംഗ് ഹാലോജൻസ്, സ്ട്രോബ് ലൈറ്റുകള്. പിന്നെ ഇത്തരം ലൈറ്റുകൾ നമ്മൾ എങ്ങനെയാണ് ഒരു ആംബുലൻസിൽ ക്രമീകരിക്കേണ്ടത്? 360 ഡിഗ്രി കവറേജില് നമ്മൾ അത് ക്രമീകരിക്കണം. കാരണം ഏത് ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അത് തിരിച്ചറിയാനായിട്ട് സഹായിക്കും. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഓഡിബിൾ വാണിംഗ്. ഓഡിബിൾ വാണിംഗ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും? സൈറൺ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓഡിബിൾ വാണിംഗ് എന്താണ്? സൈറൻസ് ആണ് അല്ലെ. സൈറൻസ് മാത്രമല്ല കേട്ടോ, രണ്ട് സംഭവം കൂടെ നമുക്ക് അവിടെ പറയുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളോട് ക്വസ്റ്റ്യൻ വരുന്നത് പാസീവ് വിഷ്വൽ വാണിംഗിൽ ഏതാണ്, ആക്റ്റീവ് വിഷ്വൽ വാണിംഗിൽ വരുന്നത് ഏതാണ്, ഓഡിബിൾ വാണിംഗ്സിൽ വരുന്നത് ഏതാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. അതിന് അറിഞ്ഞാൽ മതി. അപ്പൊ നോക്കാം, ഓഡിബിൾ വാണിംഗ്. Besides the visual warnings, ambulances can be equipped with the audible warnings, sometimes known as sirens, okay, which can alert the people and vehicles to the presence of an ambulance before they can be seen. അല്ലെ, അതെ, നമ്മൾ ഇത്തരത്തിലുള്ള പാസീവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സിന് പുറമെ നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓഡിബിൾ വാർണിംഗ് ഏതാണ്? സൈറണുകളാണ് അല്ലെ. സൈറണുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വാഹനം കാണുന്നതിന് മുൻപ് തന്നെ ഇത് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു അല്ലെ. അതാണ് ഇതിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് അറിവുന്നതാണ്. പിന്നെ എന്താണ് ഇനി അതിന്റെ ഒരു എവല്യൂഷനെ പറ്റി പറയുന്നത് കേട്ടോ. അതായത് ഈ ഒരു സൈറണൊക്കെ വന്നതിന്റെ ഒരു എവല്യൂഷനെ പറ്റിയിട്ടാണ് സെന്റൻസിൽ പറയുന്നത്. അതായത് ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്സ് വേർ മെക്കാനിക്കൽ ബെൽസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്സ് എന്തായിരുന്നു? മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു. പണ്ട് കാലങ്ങളില് ഇങ്ങനെയുള്ള സൈറൺ ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു? ബെല്ലുകളായിരുന്നു, മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. That is mounted to either the front of the roof of the ambulance. അതൊന്നെങ്കിൽ ആംബുലൻസിന്റെ മുന്നിൽ അല്ലെങ്കിൽ മുകളിലായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നത് മെക്കാനിക്കൽ ബെല്ലുകളാണ്. ഈ ബെല്ലുകളുടെ ബെല്ലുകൾ ഇങ്ങനെ ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം സംഭവം വരുന്നുണ്ട്, ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന സൈറൺ ഒന്നുമല്ല, ഉപയോഗിച്ചിരുന്നത് മെക്കാനിക്കൽ ബെല്ലുകളാണ് കേട്ടോ. ഓക്കെ, പിന്നെ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. മോസ്റ്റ് മോഡേൺ ആംബുലൻസസ് ആർ നൗ എക്വിപ്ഡ് വിത്ത് ഇലക്ട്രോണിക് സൈറൻസ് അല്ലെ, വിച്ച് പ്രൊഡ്യൂസ് എ റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയ്സസ് അല്ലെ. ഇപ്പൊ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് സൈറണുകളാണ്. ഇതേ സൈറണുകളിൽ തന്നെ പല രീതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള നോയ്സ് ശബ്ദങ്ങൾ അതിൽ നിന്നൊക്കെ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ വിച്ച് ആൻ ആംബുലൻസ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ യൂസ് ടു അട്രാക്ട് more attention to themselves, especially when advancing through an intersection or in a heavy traffic. ഈ സൈറണിലൊക്കെ നമുക്ക് ശബ്ദത്തിനൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള സൗകര്യങ്ങൾ ഇന്നത്തെ ഇലക്ട്രോണിക് സൈറണുകളിലുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ആംബുലൻസ് ഓപ്പറേറ്റർമാരത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ച് നമ്മളൊരു ആംബുലൻസ് ഒരു ട്രാഫിക്കിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇന്റർസെക്ഷൻ മീൻസ് കവലകളൊക്കെ ഇല്ലേ, നമ്മൾ എന്തെങ്കിലും തിരക്കേറിയ കവലകൾ അങ്ങനെയുള്ള ഇന്റർസെക്ഷൻസ് ഒക്കെ ക്രോസ് ചെയ്തു പോകുന്ന സമയത്ത് പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സൈറണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സൈറണിലൊക്കെ അതിന്റെ സൗണ്ടിൽ എന്തെങ്കിലും വാരിയേഷൻസ് മോഡുലേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ആംബുലൻസ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. കാരണം എമർജൻസിയിൽ വരുന്ന കേസുകളുണ്ട്, അല്ലാത്ത കേസുകളൊക്കെ ഉണ്ട്. പെട്ടെന്നൊക്കെ വഴിമാറുന്ന കേസുകൾ ഇപ്പൊ നമ്മുടെ ഇതൊക്കെ ഓർഗൻ ഡൊണേഷൻ ഒക്കെ നടത്താറില്ല. അപ്പൊ ഇങ്ങനെ ഹാർട്ടൊക്കെ കൊണ്ടുവരുന്നതും സമയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആ ഒരു സൈഡിന്റെ സൗണ്ടിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. എമർജൻസിയിൽ വരുന്നതാണ് അല്ലെ.
അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ട്രാഫിക്കിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റർസെക്ഷൻസ് ഒക്കെ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് മറ്റു വാഹനങ്ങൾ അറിയാനും ആളുകളെയൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു ഇലക്ട്രോണിക് സൈറണുകൾ, അതും വ്യത്യസ്ത വോയിസ് മോഡുലേഷനിലുള്ള സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറണുകൾ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട 2 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ സൈറൺ മാത്രമല്ലേ പറഞ്ഞത്, സൈറൺ മാത്രമല്ല ഈ പറയുന്ന ഓഡിബിൾ വാർണിംഗ്സിൽ വരുന്നത്. വേറെ 2 ആൾക്കാരെ കൂടെ ഉണ്ട്, അവരാണ് നമ്മൾ നോക്കുന്നത്. എ ന്യൂ ഡെവലപ്മെന്റ് ഈസ് ദ യൂസ് ഓഫ് RDS. അതാണ് RDS കേട്ടോ. RDS അത് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. RDSന്റെ ഫുൾ ഫോം എന്താണ്? റേഡിയോ ഡാറ്റ സിസ്റ്റം. എന്താണ്? റേഡിയോ ഡാറ്റ സിസ്റ്റം ഓഫ് ദ കാർ റേഡിയോ. ഇന്നിപ്പോ നമ്മൾ ആംബുലൻസിൽ ഉപയോഗിക്കുന്നത് മറ്റൊരു ഓഡിബിൾ വാർണിംഗ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് RDS അഥവാ റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറയുന്നത്. അതെന്താണ് ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് നമ്മൾ ഈ ആംബുലൻസ് വരുന്ന സമയത്ത് മുൻപിലുള്ള കാറിലെ റേഡിയോ ഡിസ്പ്ലേയില്, ആ റേഡിയോ ഡിസ്പ്ലേയില് ഈ ആംബുലൻസ് വരുന്നത് ഒരു മെസ്സേജ് ആയിട്ട് കാണാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്? റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് റേഡിയോ ഡാറ്റ സിസ്റ്റം. ദാറ്റ് മീൻസ് നമ്മൾ ഈ ആംബുലൻസ് വരുമ്പോൾ അതിന്റെ മുമ്പിൽ പോകുന്ന കാറുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ സമീപത്തുകൂടെ പോകുന്ന കാറുകളില് ആ ഒരു റേഡിയോ ഡിസ്പ്ലേയില് ഈ ആംബുലൻസ് വരുന്നുണ്ടെന്ന് ഒരു മെസ്സേജ് ആയിട്ട് കാണിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് RDS എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ആംബുലൻസ് വരുന്നുണ്ടെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിനനുസരിച്ച് അവർക്ക് അതിന് വഴി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് RDS എന്ന് പറയുന്നത്. റേഡിയോ ഡാറ്റ സിസ്റ്റം. റേഡിയോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ ഓഡിബിൾ ആണെന്നുള്ളത് അറിയാലോ, നമുക്ക് കേൾക്കുന്ന സംവിധാനമാണല്ലോ. അപ്പൊ ഓഡിബിൾ ആണെങ്കിൽ വരുന്ന ഒന്നാണെന്ത്? റേഡിയോ ഡാറ്റ സിസ്റ്റം കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ആംബുലൻസ് വരുമ്പോഴേ മുമ്പിലുള്ള കാറിലെ റേഡിയോ ഡിസ്പ്ലേയില് അത് മെസ്സേജ് ആയിട്ട്, ആംബുലൻസ് വരുന്നത് മെസ്സേജ് ആയിട്ട് കാണിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ റേഡിയോ ഡാറ്റ സിസ്റ്റം അഥവാ RDS എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അടുത്തത് മൂന്നാമത്തെ പറയുന്നത് എന്താ നോക്കിയേ? ദ ആംബുലൻസ് ഈസ് എക്വിപ്ഡ് വിത്ത് എ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ. മറ്റൊരു സംവിധാനം എന്താണെന്ന് അറിയോ? FM ട്രാൻസ്മിറ്റർ. FM എന്ന് കേൾക്കുമ്പോൾ നമുക്ക് റേഡിയോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? FM ട്രാൻസ്മിറ്റർ ആണ് which terminates the radio of all cars within range. എന്താണ് ഈ FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്? നമ്മൾ ഈ ആംബുലൻസിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ FM ട്രാൻസ്മിറ്റർ എന്ന് വെച്ചാൽ ചെറിയ റേഞ്ചിലുള്ളതാണ് കേട്ടോ, വലിയ റേഞ്ച് ഉണ്ടാവില്ല, കുറഞ്ഞ റേഞ്ചിലുള്ള ഈ ഒരു FM ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞിട്ട് അത് ഈ ചുറ്റുമുള്ള അതിന്റെ ചുറ്റുപറ്റുള്ള കാറുകളിലെ ആ ഒരു എന്താ പറയാ റേഡിയോ ശബ്ദം ഉണ്ടല്ലോ, അതായത് കാറുകളിൽ ഉണ്ടാകുന്ന ആ റേഡിയോ ശബ്ദത്തിനെ താൽക്കാലികമായിട്ട് നിർത്തിക്കാനായിട്ട് പറ്റും ഈ FM ട്രാൻസ്മിറ്ററിന്. അതായത് ആംബുലൻസിൽ ഘടിപ്പിച്ചിരിക്കുന്ന കുറഞ്ഞ റേഞ്ചിലുള്ള FM ട്രാൻസ്മിറ്ററിന് അവരുടെ ചുറ്റുമുള്ള വാഹനങ്ങളിൽ പ്രത്യേകിച്ച് കാറുകളിലേക്ക് ആ റേഡിയോ ശബ്ദത്തിനെ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ നിർത്താനായിട്ട് സാധിക്കും, താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ അതിന്റെ ഡ്രൈവർമാര് റേഡിയോ കേൾക്കുന്നുണ്ടാവും. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്ത് ആംബുലൻസ് വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സംവിധാനമാണ് എന്ത് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അത് ആംബുലൻസിൽ ഇരിക്കുന്ന ഘടിപ്പിച്ചിട്ടുള്ള കുറഞ്ഞ റേഞ്ചിലുള്ള FM ട്രാൻസ്മിറ്റർ അത് ചുറ്റുമുള്ള കാറിലെ ആ റേഡിയോ ശബ്ദത്തിന് താൽക്കാലികമായിട്ട് എന്ത് ചെയ്തു വെക്കും? സ്റ്റോപ്പ് ചെയ്തു വെക്കും. അപ്പൊ ഈ ഡ്രൈവർമാര് ഈ ഒരു റേഡിയോ കേൾക്കാണെങ്കിൽ കൂടിയും അവർക്ക് അറിയാൻ പറ്റും എന്ത് ഈ ആംബുലൻസ് വരുന്നുണ്ടെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. അതനുസരിച്ച് അവർക്ക് വഴിവെക്കാനും പറ്റും. ഓക്കെ, അതാണ് എന്ത് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഓഡിബിൾ വാർണിംഗ്സിൽ പഠിച്ചത് എന്തൊക്കെയാണ്? സൈറൺ, പിന്നെന്താണ് റേഡിയോ ഡാറ്റ സിസ്റ്റം, പിന്നെന്താണ് FM ട്രാൻസ്മിറ്റർ. ക്ലിയർ ആയോ? ഇത്രയാണ് വാർണിംഗ്സുകൾ മാത്രം നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചത് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് പഠിച്ചു, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് പഠിച്ചു, ഈ പറയുന്ന പോലെ ഓഡിബിൾ വാർണിംഗ്സും പഠിച്ചു കേട്ടോ. പാസീവ് വിഷ്വൽ വാർണിംഗ്സിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആരൊക്കെയാണ് വരുന്നത്? റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്ട്രിപ്പുകള്, അതുപോലെ തന്നെ സിംബലുകള്, നമ്മള് ആംബുലൻസ് എന്ന വേർഡ് നമ്മള് റിവേഴ്സിൽ എടുക്കുന്നത്, ഇതൊക്കെ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ്. ഓക്കെ, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ അധികമൊന്നും വരുന്നില്ല. ആകെ ഇത് മാത്രം പഠിച്ചാൽ മതി. ഫ്ലാഷിംഗ് ലൈറ്റിനെ പറ്റി മാത്രം ഓർത്തിരുന്നാൽ മതി. അതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് കേട്ടോ. ദെൻ ഓഡിബിൾ വാർണിംഗിൽ വരുന്നത് എന്തൊക്കെയാണ്? സൈറണുകള്, റേഡിയോ ഡാറ്റ സിസ്റ്റം, ദെൻ FM ട്രാൻസ്മിറ്റർ.
പെട്ടെന്ന് കേൾക്കുമ്പോ റേഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, റേഡിയോ FM എന്നൊക്കെ കേൾക്കുമ്പോ കേൾക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, അപ്പൊ തന്നെ അറിയാം ഓഡിബിൾ വാണിംഗ് കേട്ടോ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത് വായിച്ചു നോക്കി. ഓക്കെ, നെക്സ്റ്റ് പറയാം കേട്ടോ. അടുത്തത് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോസ്റ്റ് കേട്ടോ. കോസ്റ്റ് ഓഫ് ആംബുലൻസ് സർവീസസ് അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ആംബുലൻസ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചെലവിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആംബുലൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിനെ പറ്റിയിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആംബുലൻസ് ചെലവിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നമുക്ക് പല രീതിയിലാണ് കണക്കാക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഓരോ രാജ്യത്തിന്റെയും സാഹചര്യം, അവിടുത്തെ നിയമങ്ങൾക്കൊക്കെ അനുസരിച്ച് പല രീതിയിലാണ് നമ്മൾ ആംബുലൻസ് സർവീസിന്റെ കോസ്റ്റുകൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ, ദ ആംബുലൻസ് റൈഡ് കോസ്റ്റ് ക്യാൻ ബി പെയ്ഡ് ഫ്രം ദ സെവറൽ സോഴ്സസ്. അതായത് നമ്മൾ ഈ ആംബുലൻസ് സർവീസിന് വരുന്ന ആ ഒരു ചെലവ്, ആ ഒരു പണം എന്ന് പറയുന്നത് പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പല പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാം. ആ സോഴ്സുകളാണ് അവിടെ പോയിന്റുകളായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ആ പറയുന്ന സോഴ്സുകളാണ് അവിടെ പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ പല സോഴ്സുകളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടാം, ആംബുലൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട പണം നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ആൻഡ് ദിസ് വിൽ ഡിപെൻഡ് ഓൺ ദ ലോക്കൽ സിറ്റുവേഷൻ ഓർ കൈൻഡ് ഓഫ് സർവീസസ് ബീങ് പ്രൊവൈഡഡ് ബൈ ഹൂം ആൻഡ് ടു ഹൂം. അതായത് നമ്മൾ ആ ഒരു യാത്രാ ചെലവിന് വരുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ആ ഒരു ആംബുലൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെലവെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന്, ആ സേവനം നൽകുന്ന ഏജൻസി ആരാണ്. ഓരോ ഏജൻസികളെ ഈടാക്കുന്നത് പല റേറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ആംബുലൻസ് സർവീസ് കൊടുക്കുന്ന ഏജൻസി ഏതാണ്, അതുപോലെ തന്നെ ആർക്കാണ് സേവനം കൊടുക്കുന്നത്, ആർക്കാണ് നമ്മൾ സേവനം കൊടുക്കുന്നത്, അതുപോലെ എങ്ങനെയുള്ള ചികിത്സയാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ പല ടൈപ്പ് ആംബുലൻസ് ഒക്കെ പഠിച്ചില്ലേ, ABCD എല്ലാത്തിലും ലെവൽ കെയർ വ്യത്യാസമുണ്ട്. ചിലതിൽ ഇന്റൻസീവ് കെയർ കൊടുക്കും, ചിലതിൽ ബേസിക് മോണിറ്ററിംഗ് കെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനത്തെ ആംബുലൻസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അപ്പോ ആർക്കാണ് സേവനം കൊടുക്കുന്നത്, എങ്ങനെയുള്ള ചികിത്സയാണ് അതിനകത്ത് കൊടുക്കുന്നത്, അതിനൊക്കെ അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ ഇന്റൻസീവ് കെയർ ഒക്കെയാണ് കൊടുക്കുന്നതിന് അതിന് ചെലവ് കൂടുതലായിരിക്കും. അതേസമയം ഒരു മോണിറ്ററിംഗ് കെയറിങ്ങിനാണെങ്കിൽ ഇത് കുറവായിരിക്കും. ജസ്റ്റ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണെങ്കിലും ചെലവ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ആംബുലൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന്, ആ സേവനം നൽകുന്ന ഏജൻസി. ഇവിടെ ലോക്കൽ സിറ്റുവേഷൻ മീൻസ് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ആ സേവനങ്ങൾ നൽകുന്ന ഏജൻസി ആരാണ്, അതുപോലെ ആർക്കാണ് നമ്മൾ സേവനം കൊടുക്കുന്നത്, അതുപോലെ എങ്ങനെയുള്ള ചികിത്സയാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കോസ്റ്റ് തീരുമാനിക്കുന്നത് കേട്ടോ. അത് ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന ആംബുലൻസ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പണം പല പല സോഴ്സുകളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഏതൊക്കെ രീതികളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സുകളിലൂടെയാണ് ആ ഒരു കോസ്റ്റ് അവിടെ തയ്യാർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 4 പോയിന്റുകളാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടത്. 4 സോഴ്സസുകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, സർക്കാരിന്റെ തന്നെ സഹായമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. മൂന്നാമത് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ആൻഡ് ഫോർത്ത് വൺ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അപ്പൊ അത് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കാം. ആ പ്രത്യേകത തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് സർവീസ് അതാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. ആ പേരിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, ആരായിരിക്കും ആ ചെലവുകൾ, ആരായിരിക്കും അത് എടുക്കുന്നത്, നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, ദ ഫുൾ ഓർ ദ മെജോറിറ്റി പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ്
is borne by the local, regional or national government. എങ്ങനെയാണെന്നറിയോ? Through their ordinary taxation. അണ്ടർലൈൻ ചെയ്യാം ട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആംബുലൻസ് സർവീസിന്റെ ഒരു മെജോറിറ്റി ആംബുലൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോസ്റ്റ് വഹിക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഗവൺമെന്റ് ആണ് കേട്ടോ. നമ്മുടെ സർക്കാരാണ്, നമ്മുടെ ഗവൺമെന്റ് ആണ്. അത് പ്രത്യേകിച്ച് പറയുന്ന എന്താണ് നാഷണൽ, അതായത് നാഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് ഡിസ്ട്രിക്ട് ഹെൽത്ത് സൊസൈറ്റികളിലൂടെയാണ് അത് അവര് കൊടുക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അതിനുള്ള പണം എങ്ങനെയാ കിട്ടുന്നത്? നമ്മൾ അടയ്ക്കുന്ന നികുതി പണം ഉണ്ടല്ലേ, നമ്മൾ അടയ്ക്കുന്ന ടാക്സിലെ ആ നികുതി പണത്തിൽ നിന്നാണ് അത് സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ത്രൂ ദയർ ഓർഡിനറി ടാക്സേഷൻ. സർക്കാർ അവരുടെ ഇതിനെടുക്കുന്നതല്ല, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? അതിനുള്ള ചെലവുകൾ വഹിക്കുന്നത്. ഇത്രയേ ഉള്ളൂ എന്ത്? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. ഓക്കെ, അപ്പൊ മെജോറിറ്റി ഓഫ് ദ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ഒരു ആംബുലൻസ് സർവീസ് കോസ്റ്റ് ബെയർ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് അത് എന്തിലൂടെയാണ് കൊടുക്കുന്നത്? എങ്ങനെയാ ഗവൺമെന്റിന് അത് സാധിക്കുന്നത്? ത്രൂ ദ ഓർഡിനറി ടാക്സേഷൻ. നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഇത് സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ എന്താണ്? പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ആണ്. പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ സ്വകാര്യ ധനസഹായം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ രോഗി തന്നെ നേരിട്ട് കയ്യിലെടുത്ത് കൊടുക്കുന്നതായിരിക്കും അല്ലെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്? കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽസ് ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. അതെല്ലാം ചെയ്ത് വെക്കാട്ടോ. അത് തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് സർവീസ് ആണെന്ന് ചോദിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഫണ്ടിങ് ആണെന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ എന്താണ്? ആംബുലൻസിന്റെ ആ സർവീസ് കോസ്റ്റ് ഒന്നുകിൽ പേഷ്യന്റ് നേരിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസ് കമ്പനി ത്രൂ ആയിട്ടായിരിക്കാം വഹിക്കുന്നത്. അതിനെയാണ് നമ്മൾ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. എന്നിപ്പോ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുക്കില്ലേ, അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും ആംബുലൻസ് കോസ്റ്റ് ഒക്കെ വഹിക്കുന്ന ഇൻഷുറൻസ് പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലൂടെയാണ് എന്ത് ആ ഒരു രീതിയിൽ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസിന് പൈസ ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ മൂന്നാമത്തെ എന്താണ്? ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ചാരിറ്റി ഫണ്ടഡ് സർവീസ് അതെന്താണ് പറയുന്നത്? നമുക്കറിയാലോ, വിവിധ സന്നദ്ധ സംഘടനകള് അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകള് അവരെന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന സൗജന്യമായിട്ട് ആംബുലൻസ് സേവനങ്ങൾ അവര് കൊടുക്കാറുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇപ്പൊ നമ്മുടെ സേവാഭാരതിയൊക്കെ പോലുള്ള അവരുടെ ആംബുലൻസ് സർവീസുകളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കാം, ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ് ബൈ എ ചാരിറ്റി. ശരിക്കും ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആംബുലൻസ് സേവനങ്ങൾ അവര് കൊടുക്കാറുണ്ട്. although contributions may be sought for the service facilitated. പിന്നെ എന്താണ്? ചിലപ്പോൾ അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് ചെറിയ രീതിയിൽ സന്നദ്ധ സംഘടനകളൊക്കെ അല്ലേ, അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകളാണ്, അത് സൗജന്യമായിട്ട് ആംബുലൻസ് സേവനം കൊടുക്കാറുണ്ട്. എങ്കിലും ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും സംഘടനയുടെ ഒരു ഭാഗമായിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് അവർ ആവശ്യപ്പെടാം. ഓക്കെ, അത് കൊടുക്കാതിരിക്കാം, പക്ഷെ അവര് അങ്ങനെ നിർബന്ധമായിട്ട് തരണം എന്ന് ആവശ്യപ്പെടുകയല്ല. പക്ഷെ എന്തെങ്കിലും സംഘടനകളൊക്കെയാണല്ലോ, അപ്പൊ അവരുടെ എന്തെങ്കിലും വെൽഫെയറിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ആവശ്യപ്പെടാം. ഓക്കെ, അതാണ് എന്ത്? ചാരിറ്റി ഫണ്ടഡ് സർവീസ് കേട്ടോ. ഓക്കെ, അത് കൊടുക്കുന്നത് സന്നദ്ധ സംഘടനകളും ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെയാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. എല്ലാ ഹോസ്പിറ്റലല്ല, ചില ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യാറുണ്ടെന്നറിയോ? ഈ പറയുന്ന പോലെ സൗജന്യമായിട്ട് ഈ പറയുന്ന അവരുടെ രോഗികൾക്ക് സൗജന്യ ആംബുലൻസ് സേവനങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ അവരൊരു നിബന്ധന വെക്കും. എന്താണെന്നറിയോ? അതേ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടണം എന്നുള്ളൊരു വ്യവസ്ഥയുടെ ആയിരിക്കും അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാ ഹോസ്പിറ്റലും കൊടുക്കുന്നില്ല കേട്ടോ, ചില ഹോസ്പിറ്റലുകൾ കൊടുക്കാറുണ്ട്. അതാണ് ഇത് ഹോസ്പിറ്റൽ ഫണ്ട്. അവിടെ ഫണ്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലാണ്. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോസ്പിറ്റൽസ് മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് free of charge on the condition that patients use the hospital services bracketൽ കണ്ടോ, which they may have to pay for. അതായത് ചില ഹോസ്പിറ്റലുകൾ സൗജന്യമായിട്ട് ആംബുലൻസ് സർവീസ് കൊടുക്കും. പക്ഷെ എന്താണ്? ആ രോഗി അതേ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിക്കണം എന്നൊരു നിബന്ധന, ആ ഒരു വ്യവസ്ഥയുടെ പുറത്ത് നമ്മൾ എന്താണ് ചികിത്സക്കായിട്ട് അവിടെ പണം കൊടുക്കും. അപ്പൊ അതിൽ അവർ ഈടാക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, which they may have to pay for. നമ്മൾ എന്തായാലും ചികിത്സിക്കുമ്പോൾ പൈസ അടയ്ക്കേണ്ടി വരില്ലേ, അപ്പൊ അതിനനുസരിച്ച് ഒരു പൈസ ഈടാക്കും. അപ്പൊ ആ പൈസയിലാണ് അവരെന്ത് ചെയ്യുന്നുണ്ടാവാം? നമുക്ക് ആംബുലൻസ് സർവീസ് തരുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ?
4 കോസ്റ്റുകൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഗവൺമെന്റ് ഫണ്ടഡ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് രോഗി നേരിട്ട് അല്ലെങ്കിൽ രോഗിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി വഴിയായിട്ടായിരിക്കും അവിടെ പോകുന്നുണ്ടാവുക. ചാരിറ്റി ആവുമ്പോൾ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്നതാണ്, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ കൊടുക്കുന്നതാണ്. ഹോസ്പിറ്റൽ ഫണ്ടഡിൽ ഹോസ്പിറ്റലാണ് ഫണ്ട് ചെയ്യുന്നത്, പക്ഷെ എന്തുണ്ടാവും വ്യവസ്ഥ, അതേ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കി. അടുത്തത് പറയട്ടെ, നെക്സ്റ്റ് പറയാലോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 108 എമർജൻസി സർവീസസ്. എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഓർത്ത് വെക്കണം കേട്ടോ. നമ്മുടെ എമർജൻസി സർവീസുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ എന്താണ്? ആംബുലൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ ഏതാണ്? 108 അല്ലെ, 108 കേട്ടോ, 108. ഓക്കെ, അപ്പൊ നോക്കാം. ഹൗ ഇറ്റ് വർക്ക്സ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എമർജൻസി സർവീസുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ 108 ആണ്. ഓക്കെ, ഇനി ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് നമ്മളിപ്പോ ഒരു എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, എങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ ആവശ്യം വരുന്ന കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കി പോവുക. നോക്കുക. When an emergency is intimated through 108, the caller collects the needed basic information and sends apt services. ഓക്കെ, നമ്മള് ഒരു എമർജൻസിക്ക് ആയിട്ട് നമ്മളിപ്പോ 108 വിളിച്ചു വരികട്ടെ, ആംബുലൻസിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാല് നമ്മളവിടെ കൺട്രോൾ റൂമിലുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ, കോളർ, അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് അവര് കളക്ട് ചെയ്യും ആദ്യം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് അവര് കളക്ട് ചെയ്യും. ഇനി എന്തൊക്കെ ഇൻഫർമേഷൻസുകളാണ് അവര് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവര് കളക്ട് ചെയ്യുന്ന പ്രൈമറി ഇൻഫർമേഷൻസില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദ പ്രൈമറി ഇൻഫർമേഷൻ ഗോട്ട് ഇൻക്ലൂഡ്സ്. ഓക്കെ, ആ പ്രൈമറി അവർ ചോദിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോദിക്കുമല്ലോ, ആ പ്രൈമറി ഇൻഫർമേഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നോക്കിയേ. അവിടെ 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, where the call is placed from, district, താലൂക്ക്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ ഓർ ലാൻഡ്മാർക്ക് കേട്ടോ. അതായത് ആ വിളിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അവർ ചോദിക്കും അല്ലെ, ഏത് ജില്ലയാണ്, ഏത് താലൂക്കാണ്, സിറ്റിയാണ്, എക്സാക്ട് ആയിട്ടുള്ള ലൊക്കേഷൻ അവര് ചോദിക്കും. അതിന് ലാൻഡ്മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവര് ചോദിക്കുകയും ചെയ്യാം. ഈ പറയുന്ന പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, വെറുതെ കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം, എവിടെ നിന്നാണ് വിളിച്ചിട്ടുള്ളത്, ആ സ്ഥലം ഏതാണെന്ന് അവര് കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എമർജൻസി ടൈപ്പ് ആണ്, അപകടത്തിന്റെ ഒരു ടൈപ്പ്, എങ്ങനെയുള്ള അപകടമാണ്. അതായത് ഇപ്പോ എന്താണ്, ഹാർട്ട് അറ്റാക്ക് ആണോ, അതോ റോഡ് ആക്സിഡന്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പൊ ഡെലിവറി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണോ, എന്താണ് ആ ഒരു അപകടത്തിന്റെ നേച്ചർ, അപകടത്തിന്റെ തരം എന്താണെന്നുള്ളത് അതിനകത്ത് ഉണ്ടായിരിക്കും, ആ പ്രൈമറി ഇൻഫർമേഷൻ അകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് എന്താണെന്നറിയോ, നമ്പർ ഓഫ് പീപ്പിൾ ഇൻജുവേർഡ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദി ഇൻജുവേർഡ്. അതായത് എത്രത്തോളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഈ പരിക്ക് പറ്റിയ ആളുകളുടെ അവസ്ഥ ഗുരുതരമാണോ അല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസും അതിനകത്ത് ഉണ്ടായിരിക്കും. എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ, അവരുടെ നില സ്റ്റാറ്റസ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ എന്താ ഉണ്ടായിരിക്കാന്നറിയോ, കോളേഴ്സ് നെയിം ആൻഡ് കോണ്ടാക്ട് നമ്പർ ഫോർ ദ ലൊക്കേഷൻ ഗൈഡൻസ് ഇഫ് നീഡഡ്. അതുപോലെ ആ വിളിക്കുന്ന ആളുടെ പേര്, അവരുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരിക്കും. കാര്യം ആംബുലൻസ് ഡ്രൈവർക്ക് വരണമെങ്കിൽ അവർക്ക് വഴിയൊക്കെ അറിയണ്ടേ, അപ്പൊ അതിനൊക്കെ വേണ്ടി കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവരുടെ പേര്, വിളിച്ച ആളുടെ പേര്, അവരുടെ കോണ്ടാക്ട് നമ്പറും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പ്രൈമറി ഇൻഫർമേഷൻ ഒരു കോളർ, അതായത് ആംബുലൻസ് സർവീസിലേക്ക് വിളിക്കുമ്പോൾ നമ്മളോട് അന്വേഷിക്കുന്ന പ്രൈമറി ഇൻഫർമേഷനിൽ എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. എവിടെ നിന്നാണ് വിളിച്ചത്, അപകടത്തിന്റെ തരം, അതുപോലെ എത്ര ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എങ്ങനെയാണ് അപകടത്തിന്റെ അവസ്ഥ, അതുപോലെ ആ വിളിച്ച ആളുടെ പേര്, കോണ്ടാക്ട് നമ്പർ, ഇത്രയും കാര്യങ്ങളാണ്
പ്രൈമറി ഇൻഫർമേഷനിൽ മാത്രം ഉൾപ്പെടുന്നത്. ഇനി എന്താണ് പറയുന്നത്? എമർജൻസി ഹെൽപ്പ് സെൻഡ് ത്രൂ ദിസ് പ്രോസസ് ഈസ് എക്സ്പെക്ടഡ് ടു റീച്ച് ദ സൈറ്റ് ഓഫ് ദ എമർജൻസി ഇൻ ആൻ ആവറേജ് ഓഫ് 18 മിനിറ്റ്സ്. ആ 18 മിനിറ്റ്സ് എന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഈ പറയുന്ന എമർജൻസി ഹെൽപ്പിന് വിളിച്ചു കഴിഞ്ഞാല് നമ്മളൊരു ഏകദേശം ഒരു ആവറേജ് ആണ് പറയുന്നത്. ആവറേജ് ഒരു 18 മിനിറ്റിനുള്ളിൽ ഈ പറയുന്ന ആംബുലൻസ് സർവീസ് എത്തുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ശരാശരി ഇതാണ് അവർ പറഞ്ഞത് കേട്ടോ. എന്തായാലും ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ ആവറേജ് ഓഫ് 18 മിനിറ്റ്സ് കേട്ടോ. 18 മിനിറ്റിനുള്ളിൽ അത് എത്തിച്ചേരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്? പ്രീ ഹോസ്പിറ്റൽ കെയർ വിൽ ബി ഗിവൺ ടു പേഷ്യൻസ് who are transported to the nearest hospital. The service generally free to the patients കേട്ടോ. അതുകൂടാതെ നമ്മൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന പേഷ്യൻസിന് പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കും അല്ലെ. ദാറ്റ് മീൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപുള്ള കെയർ അവർക്ക് കൊടുക്കും. അതൊക്കെ എല്ലാ ആംബുലൻസിലും അത് കൊടുക്കാറുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന പ്രീ ഹോസ്പിറ്റൽ കെയർ തികച്ചും സൗജന്യമായിട്ടാണ് അവർക്ക് കൊടുക്കുക. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവർക്കും പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കും ആംബുലൻസിനകത്ത്. പക്ഷെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അങ്ങനെ കൊണ്ടുപോകുന്ന പേഷ്യൻസിന് പ്രീ ഹോസ്പിറ്റൽ കെയർ കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ആ പ്രൈമറി ഇൻഫർമേഷൻ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് ഓർത്തു വെക്കാം. എമർജൻസി സർവീസിന്റെ നമ്പർ 107 ഓർത്തു വെക്കാം. പിന്നെ ഏകദേശം എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ എമർജൻസി സർവീസിലോട്ട് വിളിച്ചാൽ ഏകദേശം എത്ര സമയത്തിനുള്ളിൽ അത് എത്തിച്ചേരും, അങ്ങനെയുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. 18 മിനിറ്റ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞത്. അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ്? 108 is generally by the EMRI. EMRI across more than 10 states in India. അവിടെ പഠിക്കേണ്ടത് ഒന്ന് EMRIന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വരും. എന്താണെന്ന് അറിയോ? എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നമ്മുടെ 108 സർവീസ്, അതായത് നമ്മുടെ ആംബുലൻസ് സർവീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നാ പറയുന്നത്? ആരുടെ കൺട്രോൾ ചെയ്യുന്നത്? ആരുടെ കൺട്രോൾ ചെയ്യുന്നത്? എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. EMRI ശരിക്കും പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിലെ ഒരു 10ലധികം സംസ്ഥാനങ്ങളിൽ EMRI ആണ് എമർജൻസി സർവീസിനെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. 10ലധികം സംസ്ഥാനങ്ങളിൽ അതേ ചോദിക്കുള്ളൂ. ഓക്കെ, മറ്റുള്ളിടത്ത് വേറെ ഏതെങ്കിലും ഏജൻസികളാവാം. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ 10ലധികം സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ആംബുലൻസ് സർവീസ് 108 സർവീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് EMRI ആണ്. EMRIന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് കേട്ടോ. ഓക്കെ, അതും നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. അത്രയും. പിന്നെ എന്താ പറയുന്നത്? ഡ്യൂറിംഗ് ആൻ എമർജൻസി സിറ്റുവേഷൻ ടു നോ what to do might save someone's life, and here are a few tips on what you should tell the emergency dispatcher while calling for an ambulance. നമ്മളൊരു എമർജൻസി, ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ആവശ്യം വരുന്നതാണ് കേട്ടോ. അതായത് നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരാളുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ആംബുലൻസിലോട്ടൊക്കെ വിളിക്കില്ലേ, അല്ലെങ്കിൽ ആംബുലൻസ് സർവീസ് ഒക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ എന്താണെന്ന് അറിയോ? Be calm and tell the emergency operator the details of the type of emergency. ആദ്യം തന്നെ ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് പറ്റിയിട്ടില്ല, നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം തന്നെ പാനിക്കാവും. പൊതുവെ അങ്ങനെയാണ്, ചെറിയ ആൾക്കാർ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ബി കാം, അതായത് എപ്പോഴും ശാന്തമായിട്ട്, അതായത് പാനിക് ആവാണ്ട് പരിഗണിക്കാതെ നമ്മൾ ആ സിറ്റുവേഷനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാമായിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മൾ എമർജൻസി ഓപ്പറേറ്ററിനോട് ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്നുള്ളത് അവരോട് വിശദമായിട്ട് നമ്മൾ പറയാം. എങ്ങനെയുള്ള അപകടമാണ് എന്നുള്ളത് നമ്മൾ ഓപ്പറേറ്ററിനോട് പാനിക് ആവാതെ പരിഭ്രമിക്കാതെ വളരെ ശാന്തമായിട്ട് അവരുടെ അടുത്ത് നമ്മൾ പറയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? യു വിൽ ബി ഡിമാൻഡഡ് ടു ടെൽ ഹിം or her to the address to where the ambulance should reach. That includes the postal code. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ടുള്ള അഡ്രസ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് അവർ നിങ്ങളോട് ചോദിക്കും, ഓക്കെ, എവിടെയാണ് ആംബുലൻസ് എത്തിച്ചേരേണ്ടത്, ആ സ്ഥലം നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻക്ലൂഡിങ് പോസ്റ്റൽ കോഡ്. പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കുക. അതിന്റെ ലാൻഡ്മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പറേറ്ററിന്റെ അടുത്ത് പറയാം. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? യുവർ ഫോൺ നമ്പർ മേ ആൾസോ ബി ഇൻക്വയർഡ് ഫോർ in case the operator wants to contact you for the directions.
ഓക്കെ, അതുപോലെ നമ്മൾ നമ്മുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക. ആരാണോ വിളിക്കുന്നത് ആ വ്യക്തിയുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക. കാര്യം ആ ഓപ്പറേറ്റർക്ക് ഇപ്പൊ വഴിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവര് വിളിക്കാം. സ്വാഭാവികമായിട്ടും വിളിക്കുകയാണെങ്കിൽ നമുക്ക് നമ്പർ കൊടുക്കണം അല്ലെ, അപ്പൊ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ നാലാമത്തെ കാര്യം എന്താണ്? ഹി ഓർ ഷീ വിൽ ആൾസോ ഗീവ് ദ പേഷ്യൻസ് ഏജ്, സെക്സ് ആൻഡ് എനി മെഡിക്കൽ ഹിസ്റ്ററി യു മൈറ്റ് ബി കണക്ട്. ചിലപ്പോ ഈ പറയുന്ന ആംബുലൻസ് ഓപ്പറേറ്റർ അവര് നമ്മുടെ പേഷ്യന്റിന്റെ വിവരങ്ങൾ ചിലപ്പോൾ അവര് ആവശ്യപ്പെട്ടേക്കാം. ഇപ്പോഴും ആണെന്നല്ല, ആവശ്യപ്പെടാം ചിലപ്പോ. അവരുടെ വയസ്സ്, അതുപോലെ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, ഒരു മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതുപോലെ അവർക്ക് എന്തെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ഹിസ്റ്ററി, എന്തെങ്കിലും രോഗം ഉണ്ടായിരുന്ന ആളുകളാണോ, അപ്പൊ അതൊക്കെ നമ്മൾ ചിലപ്പോൾ റീകളക്ട് ചെയ്ത് പറയേണ്ടതായിട്ട് വരും. എല്ലാ സാഹചര്യത്തിലും നമ്മൾ ചോദിക്കണമെന്നില്ല കേട്ടോ. അതുപോലെ എല്ലാ സാഹചര്യത്തിലും നമുക്ക് പറയാനും പറ്റില്ല. നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് ആവശ്യപ്പെടാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയാവുന്ന, ഇപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അത് മീൻസ് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പിന്നെന്താ വേണ്ടത്? ദ ഓപ്പറേറ്റർ വിൽ ആൾസോ നീഡ് ടു നോ ഇഫ് ദ പേഴ്സൺ ഈസ് ബ്ലീഡിംഗ്, ഇഫ് ഹി ഓർ ഷീ ഈസ് കോൺഷ്യസ്, ഹാസ് ചെസ്റ്റ് പെയിൻ ആൻഡ് ഇസ് ബ്രീത്തിങ്. അതുപോലെ ഓപ്പറേറ്റർ നമ്മളോട് ചോദിക്കാം, ഇപ്പൊ ഈ പേഴ്സൺ ബ്ലീഡിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ കോൺഷ്യസ് ആണോ, അല്ലെങ്കിൽ അവർക്ക് കോൺഷ്യസ് ആണോ, അവർക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടോ, അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇത് കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ആറാമത്തെ കാര്യം എന്താ പറയുന്നത്? യു വിൽ ആൾസോ ബി ഡിമാൻഡഡ് ടു മേക്ക് ദ ക്ലിയർ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറി ഓർ എമർജൻസി ആൻഡ് വാട്ട് കോസ്ഡ് ദ ഇൻസിഡന്റ് കേട്ടോ. അതുപോലെ നമ്മൾ വ്യക്തമാക്കി പറയണം, ഇങ്ങനെയുള്ള പരിക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എമർജൻസി ആണ്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആംബുലൻസ് ഓപ്പറേറ്ററിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എന്താണ് സജ്ജീകരണങ്ങളായിട്ട് വേണമല്ലോ ആംബുലൻസിൽ വരാനൊക്കെ. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന് ചോദ്യങ്ങളൊന്നും വരില്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. നമ്മളൊരു എമർജൻസിയിലോട്ട് വിളിക്കുമ്പോഴേ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് അവിടെ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 108 എമർജൻസി നമ്പർ, അതുപോലെ പ്രൈമറി ഇൻഫർമേഷൻ എന്തൊക്കെ ഉൾപ്പെടുന്നു, എത്ര സമയത്തിനുള്ളിലാണ് ആംബുലൻസ് സർവീസ് എത്തിച്ചേരുന്നത്, 18 മിനിറ്റിനുള്ളിൽ. അതുപോലെ ആംബുലൻസ് സർവീസിനെ നമ്മുടെ ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്, EMRI ആണ്, അതിന്റെ ഫുൾ ഫോം, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഇനി പറയാനുള്ളത് ക്രൂവിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് ആംബുലൻസിനകത്ത് ജീവനക്കാരെ പറ്റിയിട്ട് കേട്ടോ, ക്രൂ മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 10ഓളം ക്രൂ മെമ്പേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം ജസ്റ്റ് ഒന്ന് വായിക്കാൻ നമുക്ക്. ക്രൂവിംഗ് ആണ് കേട്ടോ, അതായത് ആംബുലൻസ് ജീവനക്കാരെ പറ്റിയിട്ടാണ് ഇനി പഠിക്കേണ്ടത്. There are different levels of qualification that the ambulance crew may hold, from holding the formal qualification to having a fully qualified doctor on board. അതായത് ശരിക്കും നമ്മുടെ ആംബുലൻസിനകത്ത് പല പല യോഗ്യതകളുള്ള ആളുകളാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അതായത് ശരിക്കും ഒരു ഫുൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ ഉൾപ്പെടെ ഏറ്റവും ബേസിക് എന്താ പറയാ പ്രൈമറി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ കഴിയാം അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ വരെ ഒരു ആംബുലൻസിന്റെ ഭാഗമാണ് കേട്ടോ. ഫുൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉൾപ്പെടെ എന്താണ് ഉള്ള ആളുകൾ ഈ പറയുന്ന ആംബുലൻസിന്റെ ഭാഗമാണ്. സോ മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർ അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, ആ 2 ക്രൂ മെമ്പേഴ്സ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മോസ്റ്റ് ആംബുലൻസ് സർവീസസ് റിക്വയർ അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് ടു ബി ഓൺ എവരി ആംബുലൻസ്. ആരൊക്കെയാണ് 2 ക്രൂ മെമ്പേഴ്സ്? കുറഞ്ഞത് 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും ഒരു ആംബുലൻസിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ആ 2 ക്രൂ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് 1 to drive, ഒന്ന് ഡ്രൈവർ ആയിരിക്കും അല്ലെ, 1 to drive, വണ്ടി ഓടിക്കണ്ടേ, ഒരാള് ഡ്രൈവർ ആയിരിക്കും. 1 to attend the patient, മറ്റൊരാളെന്ന് പറയുന്നത് അറ്റൻഡർ ആണ് കേട്ടോ, രോഗിയെ പരിചരിക്കാനുള്ള ഒരാളുണ്ട്. കുറഞ്ഞത് ഈ 2 പേരെങ്കിലും, ഈ 2 പേര് ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റൂല, വേറെ കാര്യം. അപ്പൊ 2 പേര് ക്രൂ മെമ്പേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കണം. അതിന് പുറമെ വരുന്ന ക്രൂ മെമ്പേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അവരുടെ ഒരു ക്വാളിഫിക്കേഷൻസും അവർ ചെയ്യുന്ന അവരുടെ ചുമതലകളും മറ്റുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആ ചാപ്റ്റർ തീരും കേട്ടോ. ആ ക്രൂ മെമ്പേഴ്സ് നമുക്ക് 10 എണ്ണം പഠിക്കാനും. ഓക്കെ, അത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ തീരും. ബാക്കി ടെർമിനോളജി എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാം അല്ലെ. ഓക്കെ, ഇപ്പൊ ടെർമിനോളജിയും കൂടെ മാത്രമല്ലേ ഇനിയുള്ളൂ. അപ്പൊ അത് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് എന്റെ തീരുവാണെങ്കിൽ ഞാൻ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ആശുപത്രി ഫീസ് കുറച്ച് ദിവസം ലീവിലാണ്, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് മിസ് വരുമായിരിക്കും. ഈ ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ ഞാനും കൂടെ അത് ഷെയർ ചെയ്തിരിക്കാം കേട്ടോ. നമുക്ക് ആ ചാപ്റ്റർ തീർക്കാം. March 15th ആണ് നമുക്ക് ഡേറ്റ് പറഞ്ഞിട്ട്.
15 അറിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് സൺഡേ ആണ്. അപ്പൊ എന്തായാലും വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് പോർഷൻസ് കവർ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും കേട്ടോ, എക്സാം ഉണ്ടാവും കേട്ടോ, ഫസ്റ്റും സെക്കൻഡും കൂടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഞാൻ പ്രത്യേകം പറയുകയാണ്, എനിക്ക് ആരെയും ബോറടിപ്പിക്കുന്നതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ എന്തെങ്കിലും ബോറടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഓക്കെ അല്ലേ? ക്ലാസ് അവസാനിപ്പിച്ചോട്ടെ? ഓക്കെ മാം, താങ്ക് യു. ആണോ? ഓക്കെ, താങ്ക് യു മിസ്.